إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും ആദ്യമായി എന്നോട് നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷത്തിൽ വിശുദ്ധ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി വഖലീസായി അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 24-ാമത്തെ സൂറത്തായ സൂറത്തു നൂറിൻ്റെ 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങൾ ഒരു നിലയ്ക്കും പ്രവേശിക്കാൻ പാടില്ല നിങ്ങളുടേതല്ലാത്ത വീടുകൾ. ഹത്താ തസ്തനിസു വതുസല്ലിമു, ആ വീട്ടുകാരോട് അനുവാദം ചോദിച്ചിട്ടോ സലാം പറഞ്ഞിട്ടോ അല്ലാതെ. അല അഹ്ലിഹ ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്, നിങ്ങൾ ചിന്തിക്കുന്നവരാണ്. നേർക്കുനേരെ നോക്കുമ്പോൾ വലിയ കാര്യഗൗരവമില്ലാത്ത ഒരു ചർച്ചയാണോ ഖുർആൻ നടത്തുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ഒരു ആയത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം ചർച്ചകൾക്ക് തീരെ പ്രസക്തി കുറവാണ്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത കാഴ്ചപ്പാടുകളെ മുൻനിർത്തി പരിശോധിച്ച് നോക്കിയാൽ ഓരോ മനുഷ്യനും ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരം, അവന്റെ അവകാശ സംരക്ഷണം എന്നുള്ളത് ഏറെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഖുർആൻ ആയത്തുകളും ഹദീസുകളും പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു പറയുന്നത്, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ
അനുവാദമില്ലാതെ ഒരു നിലയ്ക്കും നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വീട് എന്ന ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ബൈത്ത് എന്നുള്ള നിലയ്ക്കല്ല, മസ്കൻ എന്നുള്ള നിലയ്ക്ക്. മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ പൂർണ്ണമായ ഇടം എന്നാണ് അതിന്റെ അർത്ഥം. സുക്കൂൻ പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അങ്ങനെ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന എന്തൊക്കെ ഇടങ്ങേറുകളുണ്ടോ അതിൽ നിന്നൊക്കെ ഒഴിവായ ഇടം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകൾ മസ്കനാണോ എന്നുള്ള വിഷയത്തിൽ പരിശോധന നടത്തേണ്ടത് നമ്മൾ ഓരോ ആളുകളുമാണ്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇത് മസ്കനാണെന്നാണ്. ഒരു മസ്കനാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി മാത്രമേ നിങ്ങളുടേതല്ലാത്ത വീടുകളെ നിങ്ങൾ കാണാൻ പാടുള്ളൂ എന്ന് മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട്. കാരണം മുഅ്മിനീങ്ങൾക്ക് മാത്രം ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ നിയമം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഖുർആൻ ഈ പറയുന്നതെന്ന് ചോദിക്കും. അതവരുടെ നിഫാഖിന്റെ പ്രശ്നമാണ്, ഖുർആന്റെ പ്രശ്നമല്ല. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ വിഷയത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചു. അതവരുടെ കുഫ്രിയത്തിന്റെ പ്രശ്നമാണ്. ഈമാനിനെ ഉൾക്കൊള്ളുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കൽപ്പനയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന സമാധാനവും സമാശ്വാസവും എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റുള്ള വീടുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന മറ്റുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിയമം കൽപ്പിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ നല്ല കാര്യമാണല്ലോ ഖുർആൻ മറ്റുള്ള ആളുകളോട് ഇത്തരം ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത് എന്നാണ് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആയത്തുകളെ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളും അവരുടെ ശൈലികളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ രീതികളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുകയും എൻ്റെ സ്വന്തം വീട് തന്നെ പോലെ തന്നെയാണല്ലോ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളും എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ എത്തുന്ന തലത്തിലാണ് ഇത്തരം പ്രസക്തിയെ നമുക്ക് ഇത്തരം ചർച്ചയുടെ പ്രസക്തിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നയാളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിൻ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ പരിഗണിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് മുഅ്മിൻ എന്നുള്ളത്. അങ്ങനെയുള്ള മുഅ്മിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഗൗരവം ഇത്തരം ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷമുള്ള ആയത്തിൽ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടി വരും. ഫഇല്ലം തജിദു ഫീഹ അഹദൻ, ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അനുവാദം ചോദിച്ചു അല്ലെങ്കിൽ സലാം പറഞ്ഞു, ഒരാളെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഫലാ തദ്ഖുലൂഹ, നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ജനാല തുറന്നു നോക്കാൻ പാടില്ല. ആ വീട്ടിലുള്ള ആളുകൾ പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഒരു നിലയ്ക്കും ഫലാ തദ്ഖുലൂഹ ഹത്താ യുഅ്ദന ലക്കും, ഏറ്റവും മാന്യമായ ഒരു അനുവാദം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വരെ ആ വീട്ടിൽ പ്രവേശിക്കാനുള്ള അനുമതി നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ആ പ്രവേശനം 100% ഹറാമാണ്. ഇനി അകത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു, നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളൂ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇർജിഉ എന്നുള്ള ഒരു പ്രതികരണം അകത്ത് നിന്നും നിങ്ങൾ കേട്ടു. ഇർജിഉ എന്ന് വെച്ചാൽ നിങ്ങൾ മടങ്ങുക.
നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകണം എന്നുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഫർജിഉ, അല്ലാഹ് കൽപ്പിക്കുന്നു ഇർജിഉ, അപ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചു പോകണം, പോയേ പറ്റൂ. ഹുവ അസ്കാ ലക്കും, നിങ്ങൾ നല്ല സംസ്കാര സമ്പന്നനായ വ്യക്തിയാണോ? ആണെങ്കിൽ നിങ്ങളുടെ തസ്കിയത്തിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന ഒരു ശൈലി ഇതാണ്. അല്ലാഹു ബിമാ തഅമലൂന അലീം. ഓരോ ആളുകളും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഓരോ ആളുകളുടെയും പ്രവൃത്തിയെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അല്ലാഹുവാണ്. ഞാൻ കടന്നു ചെന്ന വീടിന്റെ ഉടമസ്ഥൻ കുറച്ച് പൈസ എനിക്ക് തരാനുണ്ട്. അയാൾ കുറെ കാലമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാളുടെ അനുവാദം കാക്കാതെ ചില അധികാരം ആ ഒരു വീട്ടിൽ ചെലുത്താൻ ഞാൻ തയ്യാറായത്. ന്യായമല്ല. നീ ഒരു മുഅ്മിനാണോ? മുഅ്മിനാണെങ്കിൽ നീ തിരിച്ചു പോകണം. നമുക്കറിയാം, ഭവന വേതനം എന്നൊക്കെ പറഞ്ഞിട്ട് കേസിന്റെ ആ ഒരു ഗൗരവം എത്രത്തോളമാണ്. അതിനേക്കാൾ ശക്തമായിട്ടാണ്, അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളുടെ ഭവനത്തിനും അതിന്റെ സാധ്യതയ്ക്കും സാഹചര്യക്കും ഒക്കെ ഇത്രമാത്രം നിയമങ്ങൾ കൽപ്പിച്ചരുളിയിട്ടുള്ളൂ. അത്രമാത്രം സുരക്ഷിതമായി ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരിടമാകണം അവന്റെ വീട് എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളിൽ നിന്നും സമ്പൂർണമായും അവന്റെ വീട് അവനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് അവന്റെ മസ്കൻ എന്ന വീട് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്ന് രണ്ട് ഹദീസുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാണ് എന്ന് പ്രഖ്യാപിക്കുകയും സഹീഹ് മുസ്ലിമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. മൻ ഇത്തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഹു ഐനഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഇത്തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം. ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ വീട്ടുകാരന്റെ അനുവാദം കൂടാതെ ആ വീടിനുള്ളിലേക്ക് നോക്കിയാൽ, വീട്ടുകാരന്റെ അനുവാദമില്ലാതെ ഒരു വ്യക്തി വീടിനുള്ളിലേക്ക് നോക്കിയാൽ ഫഖദ് ഹല്ല ലഹു, അപ്പോൾ ആ വീട്ടുകാർക്ക് ഹലാലാണ് അൻ യഫ്ഖഉ ഐനഹു, അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ. അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാനുള്ള അനുവാദം ഇസ്ലാം അവന് കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അൽബാനിയെ പോലുള്ള മുഹദ്ദിസുകൾ ഇത് സ്വഹീഹാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. മൻ ഇത്തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിൻ ഫഖഉ ഐനഹു ഫലാ ദിയത ലഹു വലാ ഖിസാസ്. അതായത് ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്നു, ആ വീട്ടുകാരന്റെ അനുവാദമില്ലാതെ വീടിനുള്ളിലേക്ക് നോക്കിയാൽ അവന്റെ കണ്ണ് ഇവൻ ചൂഴ്ന്നെടുത്തു. വീട്ടുകാരൻ എന്ത് ചെയ്തു? അവന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. എന്റെ വീട്ടിലേക്ക് നോക്കാനുള്ള അനുവാദം നിനക്കില്ല, നീ എന്തേ നോക്കിയെന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ കണ്ണ് ഈ വീട്ടുകാർ ചൂഴ്ന്നെടുത്താൽ ഫലാ ദിയത ലഹു വലാ ഖിസാസ്, യാതൊരു പ്രതിക്രിയയും യാതൊരു നടപടിയും അവന്റെ മേൽ കോടതി സ്വീകരിക്കുന്നതല്ല, ഇസ്ലാമിക കോടതി സ്വീകരിക്കുന്നതല്ല. കാരണം അതിനെതിരായി ഹദീസ് അവതരിപ്പിക്കും, കോടതി ഹദീസ് അവതരിപ്പിക്കും. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി നോക്കാനുള്ള അനുവാദം നിനക്കില്ലാതിരുന്നിട്ടും നീ എത്തി നോക്കിയത് അതിക്രമപരമായ ഒരു നടപടിക്രമമായി പോയി. അപ്പോൾ തന്നെ നിന്റെ മേൽ ഈ ഒരു രീതി സ്വീകരിക്കാനുള്ള അനുവാദം വീട്ടുകാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക കോടതിയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള അനുവാദം അവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഹദീസിലൂടെ മനസ്സിലാക്കാം. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഓരോ വ്യക്തിക്കുമുള്ള കടമകളെ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഇസ്ലാമിലൂടെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വീട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മൾ താമസിക്കുന്ന വീട്ടിലും സ്വൈര്യവും സമാധാനവും ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ വീടിന് എന്ത് പ്രസക്തിയാണുള്ളത്?
ഖുർആൻ അതിനെ മസ്കൻ എന്ന് വിളിച്ചതിൽ എന്തർത്ഥമാണുള്ളത്? അത്രമാത്രം. അവിടെയാണ് ഇപ്പോ നമ്മൾ പലപ്പോഴും എല്ലാ ഖുതുബയ്ക്കും മുമ്പേ ഓതി വെക്കുന്ന ഒരു ആയത്തുണ്ട്. സൂറത്ത് ആല ഇംറാനിൽ ഒരു ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതാണ് ആയത്ത്. തഖ്വയെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സർവ്വസാധാരണമായി ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്താണ്. അതിന്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനു, അവിടെയും സംബോധിതരും മുഅ്മിനീങ്ങളാണ്. ഹഖ്ക തുഖാതിഹി യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം തഖ്വയുള്ളവരായി മാറണം. അള്ളാഹു അല്ലാത്ത മറ്റുള്ള യാതൊരു പ്രേരണകളും അങ്ങനെയുള്ള ആളുകളുടെ മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് താല്പര്യം. പ്രേരണ അള്ളാഹുവിൽ നിന്ന് മാത്രം. ആ നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് അങ്ങേയറ്റം തഖ്വയുള്ളവരായി മാറണം. അതിനുശേഷം പറയുന്ന ഒരു പ്രയോഗമാണ് ഹഖ്ക തുഖാതിഹി. ഈ തഖ്വയോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ തഖ്വകൾ പൂർത്തീകരിക്കേണ്ടത്. എന്താണ് കടമ? ഹക്ക്, ഹുഖൂഖ് എന്നൊക്കെ പറഞ്ഞ കടമകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇവിടെ പ്രധാനമായും അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, ദീനിനോടുള്ള കടമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, മുഅ്മിനീങ്ങളുള്ള കടമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള അവന്റെ ചുറ്റോട് ചുറ്റുമുള്ള സകലമാന സംഗതികളോടും വ്യക്തികളോടും മനുഷ്യരോടും ജീവജാലങ്ങളോടും എല്ലാമുള്ള കടമകൾ പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പൂർത്തീകരിക്കേണ്ട ധാരാളം കടമകൾ മറ്റുള്ള ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ കടമകളെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അങ്ങനെ ഒരു ജീവിത വ്യവസ്ഥിതി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആത്യന്തികമായ താല്പര്യമെന്നാണ് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രമാണബദ്ധമായ രൂപത്തിൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇസ്ലാമിനെ പലപ്പോഴും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കേവലം നിർണിതമായ ആരാധനകൾ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടായി. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ കേവലം ആരാധനാ മതങ്ങളായി. ആ പ്രയോഗം തന്നെ തെറ്റാണ്. എന്നാൽ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനകളെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ കേവലം ആരാധനാ മതങ്ങളായി മതമായിട്ട് ഇസ്ലാം പലപ്പോഴും അധപ്പതിക്കാറുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പ്രമാണബദ്ധമായ രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാതെ വരുമ്പോഴാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുക, ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് ആ വീട്ടുകാരനോടുള്ള കടമകൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ മുഅ്മിനാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ മുഅ്മിനല്ല. നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ മാത്രമുള്ള ഒരു ഭീകരമായ തെറ്റാണ് നമ്മൾ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്ന് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇത് അബൂദാവൂദ് എന്ന റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബാബ ഖൗമിൻ ലം യസ്തഖ്ബിൽ അൽ ബാബ മിൻ ദിൽഖാഇ വജ്ഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീടിന്റെ പൂമുഖത്തിന് മുന്നിൽ നിൽക്കാറില്ലായിരുന്നു. പിന്നെന്താ ചെയ്യുന്നത്? വലാകിൻ മിൻ റുക്നിഹിൽ ഐമൻ അവിൽ ഐസർ. ഒന്നല്ലെങ്കിൽ ആ പൂമുഖം നടുഭാഗത്താണെങ്കിൽ അതിന്റെ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കും. എന്ന് വെച്ചാൽ ആ വീടിനുള്ളിലേക്ക് നോട്ടം കിട്ടാതിരിക്കാൻ പാകത്തിൽ. ഇതുമാത്രം ഉന്നതമായ ഒരു സംസ്കാരമാണ് അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം വീട്ടിനുള്ളിലേക്ക് നോട്ടം കിട്ടാൻ പാടില്ല. പതുക്കെ എന്ത് ചെയ്യും? വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും, അല്ലെങ്കിലോ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും. ഒരിക്കലും ആ വീടിന് അഭിമുഖമായി നിൽക്കാറുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വയഖൂലു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള സലാം അദ്ദേഹം 2 പ്രാവശ്യം പറയും. അപ്പൊ ഈ രൂപത്തിലുള്ള നല്ല ഒരു സംസ്കാരം. കാരണം ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു വിഷയം, അങ്ങനെ നിന്നിട്ടില്ല എങ്കിൽ, നേർക്ക് നേരെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ ആ വീട് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വീടിന് വാതിലുകൾ തുറന്നു കിടക്കുന്ന അവസരത്തിലോ ആണെങ്കിൽ ആ വീടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കാഴ്ച എത്തുമല്ലോ, അത് എത്താൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അത്രമാത്രം
എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ന്യൂനതകൾ നമുക്ക് കാണാൻ സാധിക്കുമോ അതൊന്നും കാണാൻ പാടില്ല. എല്ലാവരെ കുറിച്ചും വളരെ നല്ല ധാരണയുണ്ടാകാൻ പാടുള്ളൂ. അറിയാതെ എങ്ങാനും നമ്മുടെ കണ്ണ് ആ വീടിനുള്ളിലേക്ക് കടന്നു ചെന്നാൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അയ്ബ് നമ്മൾ കണ്ടുപോയാൽ, ഒരു ന്യൂനത നമ്മൾ കണ്ടുപോയാൽ അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെയും അയാളുടെ മാന്യതയും ബാധിക്കുന്ന വിഷയമാണ്. അത്രമാത്രം ഓരോ വ്യക്തിയുടെയും മാന്യതയെ കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇസ്ലാം ഇവിടെ താല്പര്യപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ്. അത്രമാത്രം ഗൗരവത്തോടു കൂടി പറയും. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വിഷയം, മൻ ദഖല ഐനഹു ഖബല അൻ യസ്തഅ്ദിന വയുസല്ലിമ. ആരെങ്കിലും ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീട്ടുകാരന്റെ അനുമതിയില്ലാതെ അവന്റെ കണ്ണെങ്ങാനും ഉള്ളിലേക്ക് വിട്ടാൽ, എന്നുവെച്ചാൽ ഉള്ളിലേക്ക് എങ്ങാനും കടന്നു നോക്കിയാൽ, അത് സലാം പറയുന്നതിന് മുമ്പാണ്, അനുവാദം ചോദിക്കുന്നതിന് മുമ്പാണ്, അവൻ എന്ത് ചെയ്തു? പതുക്കെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. ഫഖദ് അസല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണ്. അവൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചവനാണ്. കൂടുതലൊന്നും വേണ്ട. അതിന് ഏതെങ്കിലും പ്രവാചകന്മാര് വന്നിട്ട് ആ പ്രവാചകന്മാരെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിനോട് എതിര് നിൽക്കാം. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ ചരിത്രപരമായി വ്യാഖ്യാനിക്കാറുള്ളത്. അള്ളാഹുവിനോട് എതിര് നിന്നവരാരാണ്? അബൂ ജഹൽ, അബൂ ലഹബ്, അങ്ങനെ കുറെ പേരുകൾ പറഞ്ഞിട്ട് അവരൊക്കെ അള്ളാഹുവിനോട് എതിര് നിന്ന ആളുകളാണ്. ഞാനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീയൊന്ന് അള്ളാഹുവിനോട് എതിര് നിൽക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു വീട്ടിൽ പോയിട്ട് സലാം പറയാതെ അനുവാദം ചോദിക്കാതെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കിയാൽ മതി. ഫഖദ് അസല്ലാഹ്, നീ അള്ളാഹുവിനോട് എതിര് നിന്നവനാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരനോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു? അനുവാദമില്ലാതെ സലാം പറയാതെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കി എന്ന് വിചാരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേരെ നോക്കിയിട്ട് കടുത്ത രൂപത്തിൽ പ്രതികരിക്കുകയാണ്. ഫഖദ് അസല്ലാഹ്, നീ അള്ളാഹുവിനോട് എതിര് നിന്നവനാണ്. എന്നിട്ട് ആ വീട്ടുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, വല അതിനലഹു, ഇവൻ അനുവാദം കൊടുക്കാൻ പാടില്ല കേട്ടോ വീട്ടിലേക്ക് പ്രവേശിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവന് അള്ളാഹുവിനോട് എതിര് നിന്ന ഈ സംസ്കാര ശൂന്യനായ വ്യക്തിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നാണ് അതിന്റെ താല്പര്യം. ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സംസ്കാരമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, വളരെ മോശപ്പെട്ടവനാണ്, ഇവന്റെ ഉള്ളിൽ ശരിയല്ല, ഇവന്റെ രീതി ശരിയല്ല, അതുകൊണ്ട് ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു തലമാണ്. ഒന്ന് വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ മതി, അനുവാദമില്ലാതെ സലാം പറയാതെ. അത്രമാത്രം ഓരോ ആളുകളുടെയും അവന്റെ മഹത്വത്തെയും അവന്റെ വ്യക്തിത്വത്തെയും അവന്റെ മാന്യതയും സംരക്ഷിക്കുന്ന വിഷയത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ്. ആ മതത്തിന്റെ ആളുകളാണ് നാം ഓരോരുത്തരും. ആ നിലയ്ക്കാണ് നമ്മളൊക്കെയും മുഅ്മിനീങ്ങളായി മാറുന്നത്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമേ നാളെ പരലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്രമാത്രം മര്യാദയും സംസ്കാരവും നമ്മൾ പാലിക്കേണ്ടി വരുന്നത് ആ വീട്ടുകാരന്റെ യാതൊരു മോശത്തരവും നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ വീട്ടുകാരന്റെ എന്തെങ്കിലുമൊക്കെ മാന്യതയ്ക്ക് കുറവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെയെങ്കിൽ വീട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓരോ വീട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത എന്നിലുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്നുകൂടി ഒന്ന് അടിവരയിട്ടുകൊണ്ടൊന്ന് ചിന്തിക്കുക. വീട്ടിലേക്ക് കയറി ചെന്നിട്ടുമില്ല, ഒരു അയ്യവും എന്റെ കണ്ണിൽ പെട്ടിട്ടുമില്ല, എന്നിട്ടും എന്ത് ചെയ്യുന്നു? ആരോ പറഞ്ഞത് കേട്ടിട്ട് ആ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ചില കഥകളുമായിട്ട് ഞാൻ നാട്ടിലൂടെ പാടി നടക്കുന്നുവെങ്കിൽ എന്റെ സ്ഥാനം എവിടെയായിരിക്കും ഇസ്ലാമിൽ? എത്ര കടുത്ത രൂപത്തിലായിരിക്കും ഖുർആനും ഹദീസിനോടും എന്നോട് പ്രതികരിക്കാനുള്ളത് എന്നുള്ളൊരു ചിന്തയും കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വ്യക്തികളുടെയും മാന്യത, അപ്പൊ എനിക്കൊരു നിർബന്ധമുണ്ട്, എന്റെ മാന്യത കാത്തു സൂക്ഷിക്കപ്പെടണം. എന്റെ മാന്യതയെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാൽ എന്തുമാത്രം വിഷവും എന്തുമാത്രം സങ്കടവും എനിക്കുണ്ടാവും. അല്ല, എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആരെങ്കിലും അനാവശ്യമായ ഒരു കാഴ്ച കണ്ടെങ്കിൽ, പലപ്പോഴും ഇസ്ലാമികമായ ദഅവത്തിന്റെ പ്രവർത്തനം എന്ന പേരിൽ തന്നെ പല വീടുകളിലേക്കും ആളുകൾ കടന്നു ചെല്ലും. എന്നിട്ട് പറയും, ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാലും ഇല്ല, വിളിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം വിളിച്ചിട്ടാണ് ദീൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ദീനാണോ? ഇത് ദീനല്ല. ഇത് ഇർജിഉ എന്ന് വീട്ടുകാർ പറഞ്ഞ അപ്പൊ തന്നെ അവിടുത്തെ പൊയ്ക്കോണം. കാരണം വീട്ടുകാരന്റെ അവകാശമാണ്.
അതിന്മേൽ ചോദ്യം ചെയ്യാൻ ഒരു ദീനിന്റെ പേരിലും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് ദീൻ. ഇതൊന്നും അറിയില്ല, കടമകളെ കുറിച്ച് പഠിക്കില്ല, ഒന്നിനെ കുറിച്ചും അറിയില്ല. എന്തിനെ കുറിച്ചാണ്? ആദ്യം കുറച്ച് ഈ ആരാധനാപരമായിട്ടുള്ള നിർണിതമായ ആരാധനകളെ കുറിച്ച് മാത്രം പഠിച്ചിട്ട് ഇതാണ് ദീൻ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാത്ത മുഴുവൻ ആളുകളെയും വലിയ കുഴപ്പക്കാരായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനു വേണ്ടിയിട്ടെന്നുള്ള പേരിലാണ് പലപ്പോഴും ദഅവത്ത് എന്ന പേരിൽ വീട്ടിൽ പോയിട്ട് ഇത്തരം അനിസ്ലാമികമായിട്ടുള്ള 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആൻ വിരോധിച്ചിട്ടുള്ള ഇത്തരം അനിസ്ലാമികമായ വഴികളിലൂടെ ദീനിനെ പ്രചരിപ്പിക്കാൻ പലപ്പോഴും ആളുകൾ അവരുടെ വിവരമില്ലായ്മ കാരണം, പക്വതയില്ലായ്മ കാരണം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രിയമുള്ളവരെ ബോധ്യപ്പെടുത്തണം, നമ്മൾ മനസ്സിലാക്കുന്നു, മറ്റുള്ള ആളുകളെയും കൂടി ബോധ്യപ്പെടുത്തണം. അത്രമാത്രം ഓരോ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ അവകാശത്തെയും വ്യക്തികളുടെ മാന്യതയും കാത്തു സൂക്ഷിക്കുന്ന ഉന്നതമായ ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഒരു രംഗത്ത് അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വലിയ ചിന്തയും ഉന്നതമായ കാഴ്ചപ്പാടും ശരിയായ തിരിച്ചറിവും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂറിൽ ഒരു മുഅ്മിനിന്റെ സാംസ്കാരികമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. അതിലൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും, അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായിട്ട് ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും എന്ന് പറയുമ്പോൾ അത് സ്വന്തം അതിന്റെ താക്കോലുകളുടെ ഉടമസ്ഥനാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശം നടത്തുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ഉലമാക്കൾ പറയുന്നു. അതിലവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മുഹദ്ദിസുകളായ ഉലമാക്കളും പറയുന്നു, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു മാന്യതയൊക്കെ ഉണ്ട്. ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരോടൊന്ന് സലാം പറയുക. അവിടെയാണ് ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ മുബാറകൻ ത്വയ്യിബ. അത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള തഹിയ്യത്ത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മുബാറക്കായ ത്വയ്യിബായ തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ രൂപത്തിലുള്ള സലാം പറയണം. ഇത്രയും വ്യക്തമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ഉലമാക്കൾ പറയുന്നു, നിങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കണം വീട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടത്. ഫോണുമായിട്ട് വീട്ടിലേക്ക് കയറാൻ പാടില്ല. കാരണം വീട്ടിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അത് നമ്മൾ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. എന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്നു, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് കടുത്ത മുഖവുമായിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നതെങ്കിൽ ആ ഭാര്യയുടെ മനസ്സ് വേദനിക്കും. ലോകത്തുള്ള ഏത് സ്ത്രീയോടും പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഏത് സ്ത്രീയോടും പോയിട്ട് ചോദിച്ചു നോക്കി. നമ്മൾ ഫോൺ വിളിച്ചിട്ടാ കയറി പോവുക. ആ ഫോണിൽ ചർച്ച ചെയ്യുന്നത് കോടികളുടെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കച്ചവട രംഗത്തുള്ള എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആരുടെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് ഫോണുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അവിടെ വീട്ടിൽ പാവങ്ങൾ നിൽക്കുന്നുണ്ട്, യാതൊരു പരിഗണനയും അവർക്ക് കൊടുക്കാത്ത ഒരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്, നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാരെ പറ്റി ഒന്ന് ചിന്തിക്കണം, ഒന്ന് ആലോചിക്കണം, ആ വീട്ടുകാരെ ഒന്ന് പരിഗണിക്കണം. ഏത് രൂപത്തിലാണ്, എന്തൊക്കെ തിരക്കുകൾ വന്നാലും എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോകുമല്ലോ. അതല്ല യാഥാർത്ഥ്യം. അവിടെ എനിക്ക് ഫോണില്ല, എന്റെ കച്ചവടമില്ല, ഇടപാടുമില്ല, അതൊക്കെ യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും അത്തരം യാഥാർത്ഥ്യങ്ങളെ മറന്നിട്ടാണ് അവർക്കുള്ള പരിഗണന നമ്മൾ കൊടുക്കാതെ കയറി ചെല്ലുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഒരു സമയത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം പടച്ചവൻ നൽകുകയുണ്ടായി. അവിടെ എന്ന് പങ്കെടുത്ത ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും പുരുഷനും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട നല്ല ഒരു സംസ്കാരത്തെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്.
36 വർഷമായി പിണങ്ങിക്കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ സുന്നത്തിനെ കുറിച്ച് കേട്ടതോടുകൂടി അവർ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ഉന്നതമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വളരെ സന്തോഷത്തോട് പറയുന്നു. പ്രധാനമായിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ള തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ആരാണോ ഡോറ് തുറക്കുന്നത് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഒരു പൊതുവായ ഒരു തലമായതുകൊണ്ട് അവരോട് പറഞ്ഞു ഏറ്റവും നല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ കയറിച്ചില്ല. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കുകൾ പറയാ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് മാനസികാവസ്ഥയിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല തഹയ്യത്തിന്റെ വചനങ്ങൾ അതിനെ വേറെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നില്ലേ? സന്തോഷത്തിന്റെ വേളയിലായിരുന്നാലും സങ്കടത്തിന്റെ വേളയിലാണെങ്കിലും പ്രതിസന്ധിയുടെ വേളയിലാണെങ്കിലും അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ള ഉന്നതമായ ആ ഒരു ആശംസയുടെ വചനങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി ചെന്നാൽ അത് കാരണമുണ്ടാകുന്ന ആ വീട്ടിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കാനുള്ള നല്ല തൗഫീക്ക് നൽകി അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വീടുമായി ബന്ധപ്പെട്ട കടമകൾ പൂർത്തീകരിക്കുന്നത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായി മാറാനുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അതിനുള്ള ശരിയായ ബോധം നൽകി അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അവിടുന്ന് ചെറുതുമായ മുഴുവൻ പാപങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു നല്ലൊരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഉന്നതമായ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആനെ ഹദീസിനെയും വഴിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.